Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് 7th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ എക്സാം ആയിട്ട് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതിനുശേഷം നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് എയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് എയില് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ബേസിക്സ് ആണ് വരാറ്. ഇതിൽ മെയിനായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, സിമ്പിൾ നോക്കിയിരിക്കണം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന പോയിന്റ്സ്, ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കൺസെപ്റ്റ് വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതുപോലെ തന്നെ വാല്യൂ മാക്സിമൈസേഷൻ. ഇത് മൂന്നും എന്താണെന്നുള്ളത് നോക്കി വെച്ചോളൂ കേട്ടോ. വെൽത്ത് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. ഇനി എയിംസ് ഓഫ് ഫിനാൻസ് ഫങ്ഷൻ ഒരു പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് എയിംസ് ഒക്കെ സെയിം ആയിട്ട് തന്നെ. എയിംസ് ഓഫ് ഫിനാൻസ് ഫങ്ഷൻ. അപ്പോൾ അങ്ങനെ ബേസിക്സ് എപ്പോഴും ഒരെണ്ണം എടുത്ത് ചോദിക്കാറുണ്ട്, നിർബന്ധമായി നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തിയറി ആയിട്ടോ പ്രോബ്ലം ആയിട്ടോ വരാറുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും ചോദിക്കാം. കോസ്റ്റ് ഓഫ് ഡെറ്റ് ആവാം, പ്രിഫറൻസ് ആവാം, ഈക്വിറ്റി ആവാം. ഈക്വിറ്റിയിൽ തന്നെ CAPM മോഡൽ ഉണ്ട്, അത് നോക്കി വയ്ക്കണം. ദെൻ നെക്സ്റ്റ് അതിൽ തന്നെയുള്ളതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളൂ, അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ തിയറി ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നിർബന്ധമായും പഠിക്കാൻ. നെക്സ്റ്റ് ലിവറേജ് എന്താണ്, മസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിവറേജിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. അതിപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആവാം, ഫിനാൻഷ്യൽ ആവാം, ഫിനാൻഷ്യൽ ലിവറേജ് ആവാം, അതല്ലെങ്കിൽ കമ്പൈൻഡ് ലിവറേജ് ആയിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നിർബന്ധമായി നോക്കി വയ്ക്കുക കേട്ടോ. സോ അതാണ് നെക്സ്റ്റ് ഒരു സജഷൻ നൽകാനുള്ള. ഇനി നെക്സ്റ്റ് ഡിവിഡൻഡ് ഡിസിഷൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ചാപ്റ്ററിലത്തെ ഒരു ചോദ്യം എല്ലാ പ്രാവശ്യം വരുന്നതാണ്. ഫോംസ് ഓഫ് ഡിവിഡൻഡ് നോക്കി വയ്ക്കുക, അതിലേതെങ്കിലും ഒരെണ്ണം. അതിപ്പോൾ നമുക്ക് എന്താ പറയുക, ക്യാഷ് ഡിവിഡൻഡ് ഉണ്ട്, സ്ക്രിപ്പ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുണ്ടല്ലോ. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതുപോലെ തന്നെ അതിൽ ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി, ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി ചോദിക്കാം. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്താണ് ചോദിക്കാം. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നൊരു തിയറി എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. മൂവിങ് ടു നെക്സ്റ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്താണ് നോക്കിയിരിക്കണം. അതിൽ ഇൻവെന്ററി മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണ്, അതിൽ EOQന്റെ പ്രോബ്ലം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. EOQന്റെ പ്രോബ്ലം
പിന്നെ ക്യാഷ് മാനേജ്മെന്റ് എന്താണ്? ഹോൾഡിംഗ് ഓഫ് ക്യാഷിന്റെ കൺസെപ്റ്റ്, ക്യാഷ് മാനേജ്മെന്റ് നോക്കിയിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ റിസീവബിൾസ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് റിസീവബിൾസ് മാനേജ്മെന്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ലോഗ് ബോക്സ് സിസ്റ്റം എന്താണ്? ലോഗ് ബോക്സ് സിസ്റ്റം എന്താണ്? പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണ്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി നെടുമ്പ് വന്നിട്ടുള്ളതാണ് കൺസെപ്റ്റ് ചോദിച്ചിട്ട് നോക്കിയിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് നോക്കിയിരിക്കണം, സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസെപ്റ്റ് വരാം. പിന്നെ തിയറീസ് ഉണ്ടല്ലോ അതിൽ ചില സമയത്ത് ഏതെങ്കിലും ഒരു തിയറീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം വരാറുണ്ട്. ഇപ്പം നെറ്റ് ഇൻകം അപ്രോച്ച് ഉണ്ട്, അപ്രോച്ച് ചിലപ്പോൾ അതെന്താണെന്നായിരിക്കും ചോദിക്കുക. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, NOI ഉണ്ട്, ട്രഡീഷണൽ ഉണ്ട്, MM ഉണ്ട്. അപ്പോൾ അതൊന്നും നോക്കി വയ്ക്കുക കേട്ടോ. അതിലത്തെ തിയറി ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റൈസേഷൻ എന്താണ്? സെക്യൂരിറ്റൈസേഷൻ കുറച്ച് ടോപ്പിക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എൻജിനീയറിംഗ് എന്താണ്? ലീസിങ് എന്താണ്? ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻഷ്യൽ ലീസ്, അതിലേതെങ്കിലും ഒരെണ്ണം, അതിനുള്ള സ്കോപ്പ് അങ്ങനെ ഇരിക്കാൻ ചോദിക്കുക. ഫാക്ടറിങ് എന്താണ്? അപ്പോൾ ഈ 3-4 അല്ലേ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എപ്പോഴും ഇതിലൊരെണ്ണം എടുത്ത് ചോദിക്കാറുള്ളതാണ് സോഴ്സ് ഓഫ് ഫിനാൻസ് ചാപ്റ്ററിൽ നിന്ന്. അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ എന്താണ്? അതിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ, ഫെയർ ക്യാപിറ്റലൈസേഷൻ, ഇതിലേതെങ്കിലും ഒരു കൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടിയും ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് ഇത്ര ചോദ്യങ്ങളിൽ നിന്ന് എന്തായാലും 7 4 എഴുതേണ്ടത്, 4 ലഭിച്ചിരിക്കും. പിന്നെ സോഴ്സ് ഓഫ് ഫിനാൻസിൽ ഈ സ്വെറ്റ് ഇക്വിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കിക്കോളൂ. സ്വെറ്റ് ഇക്വിറ്റി ഓഫ് ഷെയർസ് സോഴ്സ് ഓഫ് ഫിനാൻസിൽ. പിന്നെ ഷോർട്ട് ടൈം സോഴ്സസ് എന്താണ്? ഷോർട്ട് ടൈം സോഴ്സസ് ഓഫ് ഫിനാൻസ്, ലോങ് ടൈം, അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ, മീഡിയം ടൈം എന്താണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ലഭിച്ചിരിക്കും. അപ്പോൾ ആദ്യത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് നോക്കി വയ്ക്കുക, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ എയിംസ്, പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരെണ്ണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ്, പ്രിഫറൻസ് ഇക്വിറ്റി, CAPM മോഡൽ നോക്കുക, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുക, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജിൽ നിന്ന് മസ്റ്റായിട്ട് ഒരെണ്ണം വരാറുണ്ട്. 3 ലിവറേജും എന്താണെന്ന് നോക്കുക. ദെൻ പലതരത്തിലുള്ള ഡിവിഡൻഡിൽ ഏതെങ്കിലും ഒരെണ്ണം, ഫോംസ് ഓഫ് ഡിവിഡൻഡ് നോക്കുക, സ്ക്രിപ്പ്, ക്യാഷ്, ഇതൊക്കെ വരാറുള്ളതാണ്. ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി എന്താണ്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാം, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, EOQ പ്രോബ്ലം നോക്കി വയ്ക്കുക, ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നോക്കുക. ലോഗ് ബോക്സ് സിസ്റ്റം എന്താണ്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, പിന്നെ അതിൻ്റെ തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. സെക്യൂരിറ്റൈസേഷൻ സോഴ്സ് ഓഫ് ഫിനാൻസ് ചാപ്റ്ററിലുള്ളതാണ്. ഫിനാൻഷ്യൽ ലിവറേജ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്, ലീസിങ്, ഫാക്ടറിങ്, പിന്നെ ക്യാപിറ്റലൈസേഷൻ, ഓവർ അണ്ടർ ഫെയർ നോക്കുക. പിന്നെ സോഴ്സ് ഓഫ് ഫിനാൻസിലെ സ്വെറ്റ് ഇക്വിറ്റി ഓഫ് ഷെയർസ്, പിന്നെ ഷോർട്ട് ടൈം, ലോങ് ടൈം, മീഡിയം ടൈം, ഇതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ്.
ആൻഡ് ഫൈനലി ഇത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.